BJP RSS സംഘപരിവാറിൽപ്പെടുന്നവർ ബംഗ്ലാദേശിയാണോ എന്ന് വിചാരണ ചെയ്ത് ഒരു ജീവനുള്ള ഗതികെട്ട ജീവിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്ത ഒരു മനുഷ്യനെ അടിച്ചടിച്ചു കൊന്നു. ചോര ഛർദ്ദിച്ചാണ് 32 വയസ്സുകാരനായ ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ പേര് റാം നാരായൺ എന്നാണ്. രാമൻ്റെ സംരക്ഷകരാണ്, ജയ് റാം വിളിപ്പിക്കുന്നവരാണ്, റാം എല്ലാമാണ് എന്ന് പറയുമ്പോഴും ഒടുവിൽ രാമൻ്റെ പേര് തന്നെ സ്വന്തം പേരായി സ്വീകരിച്ച ഛത്തീസ്ഗഡുകാരനായ ഒരു ചെറുപ്പക്കാരനാണ് ജീവൻ നഷ്ടപ്പെടുന്നത്. ബംഗ്ലാദേശി കുടിയേറ്റക്കാരനാണോ എന്ന് ആവർത്തിച്ച് ചോദിച്ച് ഇടിക്കണമെങ്കിൽ അവർ RSS സംഘപരിവാർ ആളുകളല്ലാതെ മറ്റാരും ചെയ്യില്ല. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഈ രാജ്യത്തിനകത്തുള്ള ജനങ്ങളെ പല കഷണങ്ങളായി ഛേദിക്കുന്നതിൻ്റെ ഭാഗമായി ഹിന്ദുവാക്കി, മുസ്ലിമാക്കി, ക്രിസ്ത്യാനിയാക്കി, എന്നിട്ട് ഹിന്ദുക്കളെ തന്നെ പല കഷണങ്ങളാക്കി, ദളിതരെ വേറൊരു വിഭാഗമാക്കി. ഇനി ഇതെല്ലാം കൂടാതെ ഈ രാജ്യത്തിനകത്ത് സൃഷ്ടിച്ച മറ്റൊരു വിഭാഗമാണ് കുടിയേറ്റക്കാർ, ബംഗ്ലാദേശി കുടിയേറ്റക്കാർ എന്നൊക്കെയുള്ള പേരിൽ. നമ്മുടെ രാജ്യത്ത് ഇന്ന് വരെ സെൻസസ് നടക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സംഗതികൾ ചെയ്യുമ്പോൾ നമ്മൾ നാളിതുവരെ കേട്ടിട്ടില്ല അങ്ങനെയൊന്നും. പണ്ടും ഉണ്ടായിരിക്കാം കുറേ മനുഷ്യരൊക്കെ ജീവനും കൊണ്ട് ഓടി അതിർത്തി കടന്നെത്തി എവിടെങ്കിലുമൊക്കെ കഴിയുന്നുണ്ടാവാം. അല്പപ്രാണികളാണവർ. പക്ഷേ അവരെ പ്രതിക്കൂട്ടിലാക്കി ചാമ്പ്യന്മാരായി ദേശീയതയുടെ വക്താക്കളായിരുന്ന് പുലഭ്യം പറയുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ DGP മുതൽ ഇങ്ങോട്ടുള്ളവരാണ്. അല്പം പോലും ശ്വാസമെടുക്കാൻ പ്രയാസമുണ്ടെങ്കിൽ പോലും ഉള്ള ശ്വാസം വലിച്ച് വിടുന്ന മോഹൻദാസ് ജി അടക്കമുള്ളവർ, നമ്മുടെ പണിക്കർ അദ്ദേഹം അടക്കമുള്ളവർ, അതുപോലെ കുടിയേറ്റക്കാരെ കൈകാര്യം ചെയ്യുന്നതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരുപാട് നീതിമാന്മാരെന്ന് തോന്നിപ്പിക്കുന്ന വംശീയവാദികളെല്ലാം കൂടി സൃഷ്ടിച്ച മനോവികാരത്തിൻ്റെ ഇരയാണ് ഈ പ്രതികൾ. നമ്മൾ പണ്ട് ഉത്തരേന്ത്യയിലേ ഇത് കേട്ടിട്ടുള്ളൂ. ഇത് നമ്മുടെ കേരളത്തിലാണ്. നമ്മുടെ കേരളത്തിൽ കൊന്നത് ബംഗ്ലാദേശിയോ അല്ലെങ്കിൽ അത്തരം പേരുകാരെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ വേണമെങ്കിൽ ഭീകരവാദ പട്ടം ചാർത്താമായിരുന്നു, മാവോയിസ്റ്റ് വാദം വേണമെങ്കിൽ ചേർക്കാമായിരുന്നു. പണ്ട് അലനും താഹായ്ക്കുമെതിരെ ചുമത്തിയതുപോലെ വീട്ടിൽ ചെന്നപ്പോൾ പുസ്തകം കണ്ടു, ഒരുമിച്ച് ചായ കുടിച്ചു തുടങ്ങിയ വാദങ്ങളെങ്കിലും ഉന്നയിക്കാമായിരുന്നു. ഇത് 6-7 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. ഭീകരമായിട്ടാണ് മർദ്ദിച്ചത്. പല കേസുകളും ഒത്തുതീർപ്പാക്കിയതുപോലെ കേരളമേ, നിങ്ങൾ ഈ ഒത്തുതീർപ്പിന് നിശബ്ദമായി സാക്ഷിയാകരുത്. ഈ ആക്രമിച്ചവരുടെ ഫോൺ കോളുകൾ പരിശോധിക്കണം, അവരാരെയൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. ഇതിനിടയിൽ നടന്നിട്ടുള്ള ഗൂഢാലോചനകൾ നോക്കണം. മരണപ്പെട്ടത് രാം നാരായൺ എന്ന് പറയുന്ന വെറും 1-2 പിഞ്ചു കുഞ്ഞുങ്ങൾ മാത്രമുള്ള, വൃദ്ധരായ മാതാപിതാക്കളുള്ള, സ്വന്തമായി വീടോ സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണ്. അയാൾ അല്പം മദ്യപിച്ചിരുന്നു എന്നേ ഉള്ളൂ. ആ മദ്യപിച്ചു പോയ ഒരു മനുഷ്യൻ ഇതുപോലെയുള്ള സാമൂഹ്യ വിരുദ്ധരുടെ മുന്നിൽപ്പെട്ടപ്പോഴാണ് ബംഗ്ലാദേശി കുടിയേറ്റക്കാരനാണോ എന്ന് ആവർത്തിച്ച് ചോദിച്ച് മർദ്ദിച്ചത്. എന്നിട്ടും നമ്മുടെ ചാനലുകൾക്കൊന്നും അതിനുള്ളിലെ ഭീകരവാതകം അന്വേഷിക്കണ്ട, അതിനുള്ളിലെ വേറൊന്നും അവർക്ക് തേടണ്ട. അതേസമയം പ്രതികളായി വേറെ ചില പേരുകാരായിരുന്നെങ്കിൽ എപ്പോഴേ അലർട്ടായേനെ, റെയ്ഡ് നടന്നേനെ. ജമാഅത്ത് ഇസ്ലാമിയുടെ പങ്ക്, SDPAയുടെ പങ്ക്, പോപ്പുലർ ഫ്രണ്ടിൻ്റെ പങ്ക്, പറ്റുമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പങ്ക് കൂടി അതിൽ അന്വേഷിച്ചേനെ. മാപ്പിള സഖാക്കൾ അത് സ്ഥാപിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയേനെ. വലിയ പോസ്റ്റുകൾ നിറഞ്ഞേനെ. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയോട് പറയുന്നു, നിങ്ങൾ ആ ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച കേസ് ഏറ്റെടുത്തില്ലേ? അതിൽ നിങ്ങൾ കുടയുന്നില്ലേ? കുടഞ്ഞപ്പോൾ പറവറ എന്ന അറസ്റ്റ് നടക്കുന്നില്ലേ? കുടയാതിരുന്നപ്പോൾ നിശ്ചലമായില്ലേ? ഇന്നും അറസ്റ്റ് ചെയ്തല്ലോ 2 കമ്പനിയുടെ ഉടമകളെ. ED വരുന്നെന്ന് കേട്ടപ്പോൾ വളരെ വെപ്രാളപ്പെട്ട അറസ്റ്റുകൾ ചെയ്തല്ലോ. കേരള ഹൈക്കോടതി ചോദിച്ചല്ലോ, ഇവരൊക്കെ എന്തേ ഇതിൽ വരാത്തതെന്ന്. അതുപോലെ ഈ ആൾക്കൂട്ട കൊലപാതകത്തെ കേരള ഹൈക്കോടതി ഏറ്റെടുക്കണം. പറ്റുമെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ വെച്ച് പ്രതികളായവരുടെ സർവ്വ ഡീറ്റെയിൽസും പരിശോധിക്കണം. പല കേസുകളും കേരളത്തിൽ കോംപ്രമൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പല ഭീകരരും രക്ഷപ്പെട്ടിട്ടുണ്ട്. പല പ്രതികളും സ്വതന്ത്രരായി വിഹരിക്കുന്നുണ്ട്. ആ രാഷ്ട്രീയ ഗൂഢാലോചന അടക്കം, നെക്സസ് അടക്കം, ബ്രിഡ്ജസ് അടക്കം ഇതിലുണ്ടാകുന്നോ എന്ന് ഉറപ്പുവരുത്തണം. ഇത് നമ്മുടെ നാട്ടിൽ നാളെ സംഭവിക്കാവുന്നതാണ്. ആരെയും നമ്മൾ സാധാരണ പറയുമല്ലോ, പട്ടിയെ പേപ്പട്ടിയാക്കി പിന്നെ പേപ്പട്ടിയെ എറിഞ്ഞു കൊല്ലുന്നു എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ എറിഞ്ഞു കൊല്ലാൻ തെരുവുകൾക്ക് വിട്ടുകൊടുക്കരുത്. നാം സൂക്ഷിച്ച കേരളത്തിൻ്റെ മാന്യത വെറുതെയെങ്കിലും പറയുന്നത് ഒന്നുണ്ട്, അത് ഇല്ലാതാക്കി കളയരുത്. അതുകൊണ്ട് ഈ കേസിൽ ഗൗരവമായ അന്വേഷണം ആവശ്യമാണ്. ഉത്തർപ്രദേശിനെ പോലെ നാണിക്കിപ്പിക്കുകയാണ് കേരളം ഈ കാര്യത്തിൽ. ആൾക്കൂട്ട കൊലപാതകം പണ്ട് എവിടെയെങ്കിലും നടക്കുമ്പോൾ നമ്മൾ ഞെട്ടുമായിരുന്നു. ഇന്ന് ഉത്തരേന്ത്യയിൽ അതൊരു വിഷയമല്ലാതായിരിക്കുന്നു. നാളെ കേരളവും അതിലേക്കാണ് പോകുന്നത്.
വല്ലാത്ത ആശങ്കയുണ്ട് ആ കുടുംബത്തിന്. ആദരാഞ്ജലികൾ. പേരങ്ങനെ ഇട്ടിട്ട് പോലും അവൻ രക്ഷപ്പെട്ടില്ലല്ലോ എന്നതാണ് ഒരു വലിയ സങ്കടകരമായ അവസ്ഥ.